ഈസി ടേസ്റ്റി ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഇഡ്ഡലിത്തട്ടിൽ ഒരു ഒരു ബിരിയാണി, എളുപ്പത്തിലൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു മീഡിയം ടൈപ്പ് സവാള കേട്ടോ, പിന്നെ 3 പച്ചമുളകുണ്ട്, പിന്നെ മല്ലിയില, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഇഞ്ചി, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 10 അല്ലി എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുതാണ് എൻ്റെ കയ്യിലുള്ളത്, ചെറിയ അല്ലി, അതുകൊണ്ടാണ് 10 അല്ലി എടുത്തേക്കണേ. വലിയ അല്പം മീഡിയം ടൈപ്പ് ആണെങ്കിൽ ഒരു 5 അല്ലിയോളം മതിയാവും കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയിലെടുത്തൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരണം കേട്ടോ. തക്കാളിയും എല്ലാം ഒരുമിച്ചിട്ട് അരച്ചാൽ മതിയേ. ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ, നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴേ ടീസ്പൂൺ പെരുംജീരകം ഇടണം കേട്ടോ. വേണ്ടേ, അരച്ച് കൊണ്ടിട്ട് അത് മാറ്റി വെക്കാം. നമ്മുടെ പാത്രം ഒന്ന് ചൂടാകുമ്പം 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ അരച്ചു കൊണ്ടുവന്നില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ പച്ചയ്ക്ക് അരച്ചതല്ലേ, അതുകൊണ്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റുക, അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇടണം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറാനായിട്ട് നമ്മൾ ഇട്ടിട്ടില്ലേ, അപ്പം തന്നെ നിങ്ങൾക്ക് അരി എടുക്കാം. 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കഴുകി കൊണ്ടുവരാം. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊടികൾ ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ചാണ് കേട്ടോ. പൊടി ഇട്ട് കഴിയുമ്പോൾ, പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കണേ. ഇതേ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം എണ്ണയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞാണ്. നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അതിട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ അരപ്പെല്ലാം ചേർത്തു, നമ്മുടെ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നമുക്ക് ചിക്കൻ വേകാനായിട്ടാണ്. കട്ട തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി വെക്കാം. അപ്പം ചിക്കൻ കുറച്ചൊരു സോഫ്റ്റും ആവും, പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. ഈ ചിക്കൻ വെന്തിട്ടിരിക്കുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ നമുക്ക് ബിരിയാണിക്ക് സാധാരണ ഇടുന്ന സ്പൈസസ് ഉണ്ടാവുമല്ലോ, ഏതെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. ഏലക്കയും കറുവപ്പട്ടയും ജാതിയും പിന്നെ തക്കോലം ഇരിപ്പുണ്ട്. അപ്പം ഇത് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് അവൈലബിൾ ആണോ, ഇനിയിപ്പോൾ ഏലക്ക മാത്രമാണോ, അത് നിങ്ങൾ ഏതാണ് ഇതിന് ഉപയോഗിക്കുന്നത്, അത് ഈ ചിക്കൻ വേകുമ്പോൾ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ആ വെള്ളത്തിലൊന്ന് കിടന്ന് അതിൻ്റെ മണമൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. 5 മിനിറ്റ് അധികം തീ ഇട്ട് വേവിക്കരുത്, കുറച്ച് ലോ ഫ്ലെയിമിൽ ചിക്കൻ വേവിക്കാനുള്ളൂ കേട്ടോ. അപ്പോഴേ അതിനകത്ത് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങുള്ളൂ. ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇരുന്ന് വേകട്ടെ. ഇതിപ്പോൾ ഞാൻ അരച്ചില്ലേ, നമ്മൾ എല്ലാം കൂടി ഇട്ട് മിക്സിയിൽ അരച്ച് ചെയ്ത്, ആ മിക്സിയിലൊന്നും അരച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പം നിങ്ങൾ മിക്സിക്കൊന്നും അരയ്ക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. എല്ലാം കൂടെ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഞാൻ സാധാരണയൊക്കെ എല്ലാം അരിഞ്ഞിട്ട് ഒരുമിച്ച് ചിക്കൻ്റെ കൂടെ വേവിച്ച് അതിൽ അരിയിട്ട് ഇത് ഇട്ടാ ചെയ്യാം, നെയ്യ് ഒഴിച്ചെടുക്കുക. മിക്സിയിൽ ഇപ്പം അരയ്ക്കണമെന്നില്ല, അരയ്ക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നേരം വഴറ്റേണ്ടിയൊക്കെ വരുന്നത്. അല്ലാതെ എടുക്കുകയാണെങ്കിൽ അത്ര നേരം വഴറ്റേണ്ടിയൊന്നും വരത്തില്ല. വെറുതെ അരിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ്, സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. 1 കപ്പ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, പക്ഷെ നല്ല വെള്ളം ഊറിയിട്ടുണ്ട് ഈ ചിക്കനിൽ നിന്ന്. പകുതി വേഗമായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ഞാനാണെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം കൂടെ ഇവിടെ ഇനി ഒഴിക്കുന്നുള്ളൂ കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി. പിന്നെ ഈ അരി നമുക്ക് കുതിർത്ത് നേരത്തെ അരമണിക്കൂർ കുതിരാൻ വെച്ച് അങ്ങനെ ഇടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അപ്പം തന്നെ കഴുകി അപ്പം തന്നെ നമുക്ക് ബിരിയാണിക്ക് എടുക്കാം.
ഈ വെള്ളം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉപ്പ് നോക്കി വെക്കണേ, കാരണം അരിയുടേതും കൂടെ ഉപ്പ് പാകമാണെന്ന് അറിയാനായിട്ട്. 2 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഇട്ടേക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ഇടാം. നല്ലപോലെ തിളച്ച് ഉറങ്ങിയിട്ടുണ്ട്. നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തന്നെ വെള്ളം കറക്റ്റാണ്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. നമുക്കിപ്പോൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ചിലർ വെളുത്തുള്ളിയൊക്കെ തലേദിവസം തലേദിവസങ്ങളിലൊക്കെ പൊളിച്ച് വെക്കുന്നവരൊക്കെ, എടുത്ത് വൃത്തിയാക്കി വെക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ നല്ല. ഈ പാചകത്തിന് എന്താണെന്നറിയോ, ഞാൻ മനസ്സിലാക്കിയത് പാചകത്തിൽ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ തലേദിവസം ഒന്ന് നമ്മുടെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പപ്പണിയാവും. അത് പകുതിയോടെ പണി കഴിഞ്ഞു. അതാണ് എൻ്റെ ഒരു ട്രിക്ക്. തലേദിവസം നമ്മൾ എന്താ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അതിൽ അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ എൻ്റെ അമ്മ ചെയ്യാറുള്ളത്, എനിക്ക് പുള്ളിക്കാരി എപ്പോഴും തലേദിവസം എല്ലാം അരിഞ്ഞ് ക്രമപ്പെടുത്തും അടുത്ത ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ജോലി ചെയ്യുമ്പോഴത്തേന് അടുക്കളയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുക. അവിടെ ഒന്നും ഉള്ളിയുടെ തൊലിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. തലേദിവസം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് പയറിനാണെങ്കിൽ പയറിന് അരിഞ്ഞ് വെക്കും, തോരനാണെങ്കിൽ തോരന്, പിന്നെ സാമ്പാറിനാണെങ്കിൽ സാമ്പാറിന് കട്ട് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കല ചെയ്യും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈസി. അപ്പം നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ എന്താ പറയുക അടുക്കളയിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കേണ്ടി വരില്ല. അങ്ങനെ ചെയ്യുന്നൊരു ഇഷ്ടമാണ് ചെയ്യാറ്. പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്ന വെച്ചാൽ കട്ട് ചെയ്ത് വെക്കുന്ന ആളൊന്നുമല്ല, ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്ത് എടുക്കുക ചെയ്യുക. പക്ഷെ അമ്മ അങ്ങനെ ചെയ്യണം. നമ്മുടെ ബിരിയാണി അങ്ങനെ നല്ല മണം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി. അപ്പം അതിൻ്റെ മേളിൽ നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 മതി കേട്ടോ. എന്നിട്ട് നെയ്യ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മിനിറ്റ് വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആ നെയ്യിൻ്റെ ഫ്ലേവർ ഒന്ന് എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തീ സിമ്മറിൽ തന്നെ ഇട്ടേക്കുക. 2 സെക്കൻഡ് അങ്ങനെ കിടക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മല്ലിയിലയും അണ്ടിപ്പരിപ്പും ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ മല്ലിയില അരച്ചിട്ടേ ഉള്ളൂ, അതിൽ മേലിൽ ഇട്ടിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ഇടാം. ഈ പാത്രം ഉണ്ട്. ഇത് ഒരു നമ്മുടെ ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. നമുക്ക് 1 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ചിക്കൻ വേകാൻ വേണ്ടി ഇട്ടേക്കുന്നത്. അതിനുശേഷം 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. 3 ഗ്ലാസ് വെള്ളത്തിലാണ് നമുക്ക് അരി വെന്തിട്ടുള്ളത്. ഞാൻ ഇച്ചിരി ഹൽവയുടെ ഇതെടുത്തു, ഒരു ഇച്ചിരി അച്ചാറെടുത്തു, ഇച്ചിരി പപ്പടം എടുത്തു. ഒന്ന് കഴിച്ചു നോക്കട്ടെ. നിങ്ങൾ അഭിപ്രായം പറയണേ. അയ്യോ, ഞാൻ സാലഡ് എടുത്തില്ല. സാലഡ് എടുത്ത് കുറച്ച് സാലഡും എടുത്ത് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടോ ചിക്കനും. പിന്നെ ഇച്ചിരി നെയ്യ് മാത്രം മതി, ബാക്കിയെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും സ്പൈസസ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് അവൈലബിൾ ആണോ അത് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇന്നത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. എല്ലാ പാചകത്തിലും അങ്ങനെയാണ്. നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഓണം പോലെ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ്. ടാറ്റാ.